ബി.ജെ.പിക്കെതിരെ പോരാടുന്ന രണ്ട് നേതാക്കളാണ് കമലഹാസനും പ്രകാശ് രാജും. പക്ഷേ ഈ പോരാട്ടം തണുത്ത വെള്ളം പോലെ അങ്ങ് ഒഴുകിപ്പോകും. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ DMK ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കമലഹാസന് ഇനി രാജ്യസഭയിലേക്കുള്ള സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി നരേന്ദ്രമോദിയെ ഡൽഹിയിലെത്തി നേരിടാൻ വേണ്ടിയാണ് കമലഹാസന്റെ തയ്യാറെടുപ്പ്. അപ്പൊ ഇനി വൻ പോരാട്ടമായിരിക്കും ഡൽഹിയിൽ. പിന്നെ കമലഹാസൻ നരേന്ദ്രമോദി ഒന്നുമല്ല കമലഹാസന്റെ മുമ്പിൽ. ദശാവതാരമല്ലേ അദ്ദേഹം. ദശാവതാരം സിനിമ കാണിച്ചു, പുഷ്പക വിമാനം സംഭാഷണമില്ലാതെ കാണിച്ചു, അത്ഭുതങ്ങൾ കാണിച്ച് ലോകത്തെ തന്നെ കീഴടക്കിയ ആളല്ലേ അദ്ദേഹം. ഈ കമലഹാസനെ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്ത് അഭിനയമാണുള്ളത്. ഇയാളൊരു ഷോമാനല്ലേ, ശരിക്കും ഒരു ആക്ടറാണ്. ചുമ്മാ അദ്ദേഹത്തിൻ്റെ ശരീരം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രംഗങ്ങൾ സ്വയം ഉണ്ടാക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ആളല്ല ഇയാൾ. ഒരു വൃത്തിയില്ലാത്ത, ഒരു ഡീസൻസി ഇല്ലാത്ത അഭിനയങ്ങളല്ലേ അയാൾ കാഴ്ചവെക്കുന്നത്. എന്നിട്ട് അയാളുടെ ഒരു മനുഷ്യന് മനസ്സിലാവാൻ വേണ്ടിയല്ലേ ഈ ഡയലോഗുകൾ, ശബ്ദത്തിൻ്റെ ആ പൗരുഷം കാണിക്കാൻ വേണ്ടി. എന്തോന്നാണ് ഇയാൾ മനുഷ്യന്. അറപ്പാണ് സത്യം വരുന്നത് ഇയാളുടെ അഭിനയം കാണുമ്പോൾ. ഞാൻ സിനിമ കാണാറില്ല, എൻ്റെ പേഴ്സണൽ ടേസ്റ്റ് പറയുക. ഇയാൾ വലിയ നടനായിട്ട് ഇയാളെന്ന് വിചാരിക്കുക. ഇയാളുടെ ആ ഷോമാൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഓരോ ആക്ടറിൽ എപ്പോഴും ഇത് വരുന്നോ അപ്പോൾ അവൻ തീർന്നു. താനൊരു വലിയ സുന്ദരനാണെന്നും തൻ്റെ ശബ്ദം വളരെ പൗരുഷമുള്ളതാണെന്നും ഒക്കെ ധരിച്ചുകൊണ്ട് കിടക്കുന്ന ചില കോമാളി രംഗങ്ങളാണ്. ഇത് കണ്ടും കൈയടിക്കാൻ കുറേ പേരുണ്ടാവുമല്ലോ, വിവരദോഷികൾ പ്രേക്ഷകരുടെ കൂട്ടത്തിലും കാണുമല്ലോ. ഇത് വലിയ സംഭവമാണെന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഉണ്ടല്ലോ. പുസ്തകം വായിക്കുന്നത്. കമലഹാസന്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെയായിരുന്നു? രാഷ്ട്രീയം എങ്ങനെയാണ് അയാൾ എന്ത് പോയി കഴിഞ്ഞില്ലേ, മക്കൾ മെയ്യമെന്നും പറഞ്ഞുണ്ടാക്കി തമിഴ്നാട് മുഴുവൻ പിടിച്ചടക്കി, ഇന്ത്യ മുഴുവൻ ഭരിക്കും, കേന്ദ്രത്തിലും അങ്ങ് അധികാരത്തിൽ വരും എന്നൊക്കെയുള്ള ഭാവഹാവാദികളോടെ അദ്ദേഹം സിനിമയിലെ പോലുള്ള ഭാവഹാവാദികളോടെ അതുപോലുള്ള വാചകമടികളോടുകൂടി ഒക്കെ അല്ലായിരുന്നു. ഇപ്പോൾ അങ്ങ് വിപ്ലവം അങ്ങ് സംഭവിക്കുമെന്നൊക്കെ വിചാരിച്ച് തന്നെ കഴിഞ്ഞൊരാളില്ല, എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ ധരിക്കുന്ന എല്ലാവരുണ്ടല്ലോ. കൂവമണ്ഡൂവമാണോ താൻ ചിഹ്നം ടോർച്ചാണ്. ടോർച്ചാണ്, വെളിച്ചമടിക്കുകയാണ്. മറ്റേ ആർക്കും വെളിച്ചമില്ല, ഇയാൾക്ക് മാത്രമേ വെളിച്ചമുള്ളൂ. എന്തൊരു മനുഷ്യനാണ്. പൊട്ടിപ്പാളീസായിട്ട് നാണമില്ല. അത് BJP-യോടാണ് പരാജയപ്പെട്ടത്. നിയമസഭാ കോയമ്പത്തൂരിൽ അന്തസ്സായിട്ട് BJP കാണിച്ചു കൊടുത്തു. നീ ആരാടാന്ന് തന്നെ അവനെ പാവപ്പെട്ട കോയമ്പത്തൂരിലെ പട്ടിണി പാവങ്ങൾ കാണിച്ചു കൊടുത്തു. നീ ആടാടാ രാഷ്ട്രീയത്തിൽ എന്നുള്ളത് വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. കട്ടിങ് ദ സൗത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ ഒരുത്തന ആ സൗത്തിലെ ആൾക്കാർ തന്നെ കാരണത്തടിച്ചു കൊടുത്തു അദ്ദേഹത്തിന്. അർഹിക്കുന്ന അടി തന്നെയാണ്. എന്നാലും പഠിക്കുകയില്ല. ഇപ്പോഴും പിന്നെ ഹിന്ദുത്വ വിരുദ്ധതയും സനാതനധർമ്മ വിരുദ്ധതയും പറഞ്ഞുകൊണ്ട് നടക്കുക. നാണമില്ലേ കമലഹാസൻ നിങ്ങൾക്ക്? നിങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്ന പോലെ നാണം കെട്ട രംഗങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അഭിനയിക്കുകയല്ലേ? നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്? അണ്ണ ഈ അറിവാലയത്തിൽ പോയിട്ട് ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടി കെഞ്ചുകയാണ്. കഷ്ടം. തെണ്ടുകയാണ് അതിനുവേണ്ടി. വാസ്തവത്തിൽ പറഞ്ഞാൽ തെണ്ടുകയാണ്. നിങ്ങളങ്ങ് മുടിചൂടാ മന്നനാണ് സിനിമയിലെ എന്ന് ഭാവിച്ചുകൊണ്ട് അതിൽ കൂടി വിജയം നേടാമെന്ന് വിചാരിച്ച് പൊട്ടിപ്പാളീസായി. ജനങ്ങൾ ചവിട്ടി പുറത്താക്കി. പിൻവാതിലൂടെ DMK-യുടെ ഓഫീസിലെത്തിയിട്ട് അതെ, പിൻവാതിലൂടെ ഒരു സീറ്റ് സംഘടിപ്പിക്കാനുള്ള ശ്രമമാണ് ഇദ്ദേഹം. വടക്കേപ്പുറത്തൂടെ വന്നു കയറി പിന്നെ ഈ പണ്ടൊക്കെ സ്ത്രീകൾ, പട്ടിണി കിടക്കുന്ന സ്ത്രീകളൊക്കെ അടുക്കളയുടെ വടക്ക് വശത്താണ് അടുക്കള, അതിൻ്റെ വാതിൽക്കൽ കൂടെ വന്ന് ഒരു പിടി അരി തരണേ എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുന്ന പോലെ രാജ്യസഭാ സീറ്റിന് വേണ്ടി. നാണമുണ്ടോ? ആണത്തമുണ്ടോ? നിങ്ങളുടെ പൗരുഷമുള്ള ശബ്ദം, പൗരുഷമുള്ള ശരീരം, ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഹിന്ദിയിലും പോയി അഭിനയിച്ചു. അവിടെ തോറ്റ് പരാജയപ്പെട്ട് പിൻവാങ്ങുകയായിരുന്നു. എന്നിട്ട് നിങ്ങൾ ഓരോരോ അത്ഭുതങ്ങളും മാജിക്കും കാട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുമെന്ന് സ്വയം അങ്ങ് ധരിക്കുന്ന ഷോമാനാണ് താങ്കൾ. ഷോമാൻ, നോട്ട് ആൻ ആക്ടർ. അങ്ങനെയുള്ള താങ്കൾക്ക് ഒരു രാജ്യസഭാ സീറ്റ് കൊണ്ടല്ലാതെ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു സ്റ്റാറ്റസ് ഇല്ല. ആ സ്റ്റാറ്റസിന് വേണ്ടി ഇപ്പോൾ രാജ്യസഭാ സീറ്റ് നേടിക്കൊണ്ട് പോവുക. നിങ്ങൾ ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് കുന്തം അറിയാം? തമിഴ്നാടിനെ പറ്റി ഒരു കുന്തവും അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ മെയ്യം തുടങ്ങിയത്. പൊട്ടിപ്പാളീസായി. ബലൂൺ പൊട്ടുന്ന പോലെ പൊട്ടിയില്ലേ? പൊട്ടിച്ചു കൊടുത്തില്ലേ ജനങ്ങൾ? പിന്നെ നാണമില്ല. നിങ്ങൾ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സന്യാസിച്ച് പോകൊണ്ടാണ്. രജനീകാന്തിനെ കണ്ടുപിടിക്കൂ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തത് കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് പാടെ മാറി. അല്ലെങ്കിൽ നിങ്ങൾ വിജയിനെ കണ്ടുപിടിക്കൂ, പൂർണ്ണസമയ രാഷ്ട്രീയത്തിലേക്ക് മുഴുകാൻ പോവുകയാണ്. MG രാമചന്ദ്രനും അങ്ങനെയായിരുന്നു. സിനിമ അഭിനയമെല്ലാം നിറഞ്ഞത്. നിങ്ങളെന്താണ് ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ട് ടൈം രാഷ്ട്രീയം പോലെ ഇടയ്ക്കിടയ്ക്ക് പോയി റൊമാൻസ് ഇടുന്ന്, പിന്നെ ഇടയ്ക്ക് ഇന്ത്യയിൽ വന്നിട്ട് രാഷ്ട്രീയം, എന്നിട്ട് വലിയ ഭാരത് ജോഡോ കുന്തം കുടച്ചക്ര. ഡൽഹിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു. തമിഴ്നാട്ടിലെ ജനങ്ങൾ അദ്ദേഹം ഇനിയും വരാൻ പോകുന്നത് വയനാട്ടിൽ പ്രിയങ്ക വന്നുകൊണ്ട് ഇനി അദ്ദേഹവും രാജ്യസഭാ സീറ്റിൽ ഒതുങ്ങും.
ഇന്ത്യയിലോടടുത്ത് നിൽക്കക്കള്ളി കിട്ടുകയില്ല അദ്ദേഹത്തിന്. നോക്കിക്കോ, പ്രിയങ്ക വയനാട് കൊണ്ടുപോയി, ഇനി അയക്കും രക്ഷ. അടുത്ത തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ അമ്മയെ പോലെ തന്നെ രാജ്യസഭാ സീറ്റ് തന്നെയാവും. നോക്കിക്കോ, മൻമോഹൻ സിംഗ് എക്കാലവും ആശ്രയിച്ചിരുന്നത് രാജ്യസഭാ സീറ്റാണ്. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അതുപോലെ ധൈര്യമില്ലാത്ത രാജ്യസഭാ സീറ്റ് മാത്രം തേടുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറി. കമലഹാസനും ആ കൂട്ടത്തിൽ പെട്ടുപോയി. നാണമല്ലേ കമലഹാസ എന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. കേഴുക തമിഴ്നാട്ടിൽ കമലഹാസന് കേരളത്തിലും വലിയ പിന്തുണയാണ്. ഓയ്യോ, പിന്നെ ഇടതുപക്ഷമല്ലയോ കമലഹാസൻ എന്ന് പറഞ്ഞാൽ രക്ഷകനല്ലേ? ഹിന്ദുത്വത്തെ എതിർക്കുന്ന, അതിന് നേരെ തുപ്പുന്ന ഏതവനെയും വലിയ വീരാരാധ. അവിടെ ഉദയനിധി സ്റ്റാലിനെ കൊണ്ടൊന്ന് സ്വീകരിച്ചത് കണ്ടില്ലേ? മാതൃഭൂമി പത്രം നെറികെട്ട പത്രം കാണിച്ചത്, ചുവപ്പ് വരുതാതനി വിളിച്ച് ഇവൻ പറഞ്ഞ വിവരദോഷത്തിന്. എന്നിട്ട് വലിയ ബുദ്ധിജീവിയാണ് കണക്കാക്കുന്നത്. എന്താണ് അഭിനയിച്ചു, 2 സിനിമയിൽ അഭിനയിച്ചു, പവറില് ഉപമുഖ്യമന്ത്രിയായി. അല്ലാതെ അയാൾ എന്താണ് തെളിയിച്ചിട്ടുള്ളത്? സുനിൽ എന്ന് പറഞ്ഞ വേറൊരു ബുദ്ധിജീവി ഉണ്ടല്ലോ, അയാളുമുണ്ട്, സുനിൽ പി ഇളയിടം. കള്ള ഡോക്ടറേറ്റ് വാങ്ങിച്ചിട്ട് കപട പണ്ഡിതനായിട്ട് നടക്കുന്നവൻ. ഹിന്ദുത്വത്തെ എതിർക്കുന്നു എന്ന പേരിലാണ് ഇവരുടെ എല്ലാം. അതുപോലെ വേറൊരുത്തുണ്ടല്ലോ, മീശ എന്ന് പറയുന്ന നോവൽ എഴുതിയ ഒരുത്തന്. അവനും ഈ അംഗീകാരം കിട്ടിയിരിക്കുന്നത് ഇതിന്റെ പേരില, സാഹിത്യത്തിന്റെ പേരിലല്ല. അല്ല, ടി പത്മനാഭൻ ഹിന്ദുത്വത്തെ സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത് എന്താ പറയുന്നത്, ആ തെറി എഴുതി വെച്ചത്, അമ്പലത്തിൽ പോകുന്നത്. അതെ, അവരുടെ ഈ ശരിക്കും പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിക്കലല്ലേ അത്? നാണം കെട്ട് സ്വന്തം അമ്മ. എനിക്ക് തമിഴ്നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി വിട്ടത്. കാരണം നമ്മൾ ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴും അവർക്ക് വലുത് ജല്ലിക്കെട്ടും പൊങ്കലും അങ്ങനെയുള്ള ആഘോഷങ്ങളാണ്. അവിടെ എന്തായാലും ഒരു ഹിന്ദുത്വം ഉണ്ടല്ലോ. അല്ല, ഈ മീശ എഴുതിയ ആളിന്റെ അമ്മയും സഹോദരിമാരും ഒക്കെ അമ്പലത്തിൽ പോകുന്ന ആ ഉദ്ദേശത്തിലായോ? കേരളത്തിലെ സ്ത്രീകളെല്ലാം അങ്ങനെയാണ് പോകുന്നതെന്ന്. പിന്നെ വാർദ്ധക്യം ബാധിച്ച സ്ത്രീകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനെ വേണ്ടിയിട്ടാണോ പോകുന്നത്? തെണ്ടിത്തരം എഴുതി വെക്കുകയാണ്, വിവരദോഷങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. അതുപോലെ തെണ്ടിത്തരം പറഞ്ഞും വിവരദോഷങ്ങൾ പറഞ്ഞും ആളായതുകൊണ്ടാണ് കമലഹാസനും ഉദയനിധി സ്റ്റാലിനും ഒക്കെ കേരളത്തിൽ സ്വീകാര്യരായിട്ട് വന്ന് മടങ്ങി ഒരു പരിക്ക് പോലും പറ്റാതെ പോകുന്നത്. സനാതനധർമ്മത്തിൻ്റെ ആ വിശാലമായിട്ടുള്ള മനസ്സും. മറ്റൊരു ചോദ്യം, ഈ തമിഴ്നാട്ടിൽ പരാജയപ്പെടാനുള്ള കാരണം, കമലഹാസനെ പരാജയപ്പെടുത്താനുള്ള കാരണം ഇത്തരം ഈ ഹിന്ദുത്വക്കെതിരായുള്ള വിമർശനങ്ങളല്ലേ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നത്? എന്ന് പറയാൻ പറ്റില്ല. ഇയാളൊരു ഷോമാൻ മാത്രമാണ്, ഇയാൾ ഒന്നുമല്ല. സിനിമയിൽ പോലും എന്തെങ്കിലും ആയിരുന്നെങ്കിൽ തമിഴ് മക്കളെ വിജയിപ്പിച്ചേനെ. ഇപ്പം വിജയിക്കാൻ പോവാണ്, സിനിമയിൽ എന്തെങ്കിലുമാണത്. പക്ഷേ കമലഹാസൻ വിജയിക്കാൻ, ഇയാളൊരു ഷോമാൻ. ഇയാൾ എന്തൊരു സിനിമ നടികർ ശിവജി ഗണേശൻ്റെ പരിയാമ്പുറത്വവും അഭിനയ സിദ്ധികളുള്ള ആളായിരുന്നു അദ്ദേഹം. അതിൻ്റെ പരിയാമ്പുറത്ത് ഇയാൾ ഷോമാൻ. ശരീരം കാണിക്കുക, മസിൽ കാണിക്കുക, ഇതൊക്കെയല്ലേ ഇയാളുടെ പരിപാടികൾ. അതിനിപ്പോൾ ജിമ്മിൽ പോയാൽ പോരെ, അഭിനയം പഠിക്കണമെന്നുണ്ടോ? ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞു വരുന്നത് തമിഴ്നാട്ടിലെ രാഹുൽ ഗാന്ധിയാണ് കമലഹാസൻ. സത്യം. രാഷ്ട്രീയത്തിലെ രാഹുൽ ഗാന്ധി എന്താണോ ചെയ്യുന്നത് അതാണ് അദ്ദേഹം. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ചെയ്യുന്നതാണോ തമിഴ് രാഷ്ട്രീയത്തിൽ? രാജ്യസഭ MP ആയിട്ട് എങ്ങനെയായിരിക്കും പ്രകടനം? അതിനെക്കുറിച്ച് വല്ലതും വിലയിരുത്തലുണ്ടോ? അവിടെ ഇങ്ങനെയുള്ള ശബ്ദത്തിൽ സംസാരിക്കുക ഒരു മനുഷ്യൻ ഒരു മനസ്സിൽ എന്ത് പട്ടാണോ എന്ന് വിചാരിക്കും. മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, അവിടെ മോദിയെ മുൾമുനയിൽ നിർത്തുക, ബ്രിട്ടാസിനെ പോലെ. ഇപ്പോൾ ബ്രിട്ടാസ് ആണല്ലോ. അല്ല, മോഡി മുൾമുനയിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ എന്തോ ഈ പറയുന്നത് വിചാരിച്ചിട്ട്. ഇപ്പം എൻ്റെ എയർ ഇവൻ്റ് ഇംഗ്ലീഷ് ഉണ്ടല്ലോ, അതുപോലെ ആൾക്കാരില്ല അത്ഭുതപ്പെട്ടു പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഷോമാൻ ഇവരെയൊക്കെ നമ്മുടെ ചർച്ചകളിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യണമെന്നേ. വിവരദോഷം. പ്രകാശ് രാജ് അങ്ങനെയല്ല, അഭിനയമുള്ള ആളാണ്, കുറച്ച് വിവരമുള്ള ആളാണ്. കമലഹാസൻ അദ്ദേഹം BJP വെല്ലുവിളിച്ചുകൊണ്ട് പക്ഷെ കുറച്ച് വിവരവും കാര്യങ്ങളും ഒക്കെ ഉള്ള, പക്ഷെ തീവ്ര ഹിന്ദുത്വം അങ്ങനെയല്ല. മറ്റൊരു നാം എതിർക്കുകയാണെങ്കിൽ ജനങ്ങളുടെ പിന്തുണയോടെ വിജയിച്ച് കാട്ടുമ്പോഴല്ലേ അവിടെ വിജയം കൊയ്യാൻ കഴിയുള്ളൂ. ജനകീയനല്ല, അദ്ദേഹത്തിന്റെ തള്ളിക്കളഞ്ഞു ജനങ്ങൾ. പിന്നെ അദ്ദേഹത്തിന് പിന്നെ കുറച്ചുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഷോമാനല്ല അദ്ദേഹം, അഭിനയം തന്നെ ഉള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു, ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെയും മാനിക്കുന്നു. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല, പൂർണ്ണ ജനങ്ങളും യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്കിടയിലാണല്ലേ. അതെ, കുറച്ചുകൂടെ ജനകീയനായിട്ടുള്ള ഒരാളുമാണ് അദ്ദേഹം. ഈ കമലഹാസൻ കാണിക്കുന്ന ഷോ പോലൊരു അഭിനയമല്ലതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിൽ ഉറച്ച ഒരു അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയാണ് അദ്ദേഹം പറയുന്നത്, മനസ്സിൽ നിന്ന് വരുന്ന അഭിപ്രായം, കൺവിക്ഷനുണ്ട്. ഈ കമലഹാസന് കൺവിക്ഷനും ഇല്ല, ആളാവാൻ വേണ്ടി കയറി പറയുക, അതാണ് ചെയ്യുന്നത്. DMK ഈ MP സ്ഥാനം കൊടുക്കുമ്പോൾ അവർക്ക് തലവേദനയാവുമോ? കാരണം ഇദ്ദേഹം എന്ന് നിരന്തരം വിവാദ പരാമർശങ്ങളുമായി രംഗത്ത് വരികയാണെങ്കിൽ അത് ആ സഖ്യത്തിനെതിരെ BJP ഉറപ്പായി ഉപയോഗിക്കും, അണ്ണാ DMK ഉപയോഗിക്കും, തമിഴ്നാട്ടിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഉപയോഗിക്കും.
ഒന്നുമില്ല. അവിടെ പോയി കുറേ കോമാളി അഭിനയങ്ങൾ കാണാം, കോമാളിത്തങ്ങൾ കാണാം, കോമഡി ഷോ കാണാം, അത്രേ ഉള്ളൂ. അവർക്ക് അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇപ്പോൾ കേന്ദ്രത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നറിയാം. അതുകൊണ്ട് അവർ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കമലഹാസൻ അത് കൊടുത്തു കഴിഞ്ഞാൽ ചില നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ സംഭാവന അവർക്ക് പണമാവില്ല. 7,000 കോടി രൂപയുടെ അഴിമതി നടത്തിയത് അണ്ണാമലൈ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ പണമൊക്കെ കൊടുത്തു കാണും. ഇയാളുടെ പണം ഇഷ്ടം പോലെ ഉണ്ട്. സിനിമ അത് DMK അത് വാങ്ങിച്ചോളൂ, കുടുംബത്തിന് മുഴുവനായിട്ട് ഷെയർ ചെയ്തോളൂ. അത് നല്ല ബിസിനസ്സല്ലേ? അതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.